വചനമൊഴി ഫെബ്രുവരി 24. വചനഭാഗം യാക്കോബ് 5:1-6, ലൂക്കായുടെ സുവിശേഷം 18:19-30. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലം ആദ്യ ആഴ്ചയിൽ തിരുവചനങ്ങളോട് പ്രധാനമായും പരീക്ഷകളെക്കുറിച്ചും പ്രലോഭനങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് അതിനെ അതിജീവിക്കുന്നതിനെ കുറിച്ചുമാണ് പങ്കുവച്ചിരുന്നതെങ്കിൽ, രണ്ടാം ആഴ്ചയിൽ പ്രധാനമായും സമ്പത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത്. ഞായറാഴ്ച നല്ല ഭാഗം വിട്ടുകൊടുക്കുന്ന അബ്രാഹത്തെയും സമ്പത്ത് പങ്കുവെച്ചുകൊണ്ട് രക്ഷ സ്വന്തമാക്കുന്ന സക്കേവുസിനെയും കണ്ടിരുന്നു. ദ്രവ്യാഗ്രഹമാണ് എല്ലാ പാപങ്ങൾക്കും കാരണമെന്ന് പൗലോസ്ലീഹായുടെ പ്രബോധനവും കേട്ടിരുന്നു. ഇന്നലെ തിങ്കളാഴ്ച ലാസറിന്റെയും ധനവാന്റെയും ഉപമയിലൂടെ സമ്പത്തിനെ കുറിച്ചുള്ള മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് തിരുവചനം പങ്കുവെക്കുന്നതും സമ്പത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഇന്നും സമ്പത്തിനെ കുറിച്ചാണ് തിരുവചനം പറയുന്നത്. സമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നതല്ല, ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് രക്ഷയുടെ വഴിയെന്ന് തിരുവചനം സൂചിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ സമ്പന്നർക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് നാം കേൾക്കുന്നു. അനീതിയോടെ സമ്പാദിച്ച സമ്പത്ത്, തൊഴിലാളികളുടെ വേതനം തടഞ്ഞുവെച്ചത്, ആഡംബരമായ ജീവിതം, ഇവയെല്ലാം ദൈവത്തിന്റെ നീതി ദിവസത്തിൽ കുറ്റമായി നിലകൊള്ളും. സമ്പത്ത് അതിൽ തന്നെ ദോഷമല്ല, പക്ഷേ സമ്പത്തിന്റെ അടിമയാകുന്നത് ആത്മാവിനെ നശിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ സമ്പന്നനായ യുവാവിന്റെ കഥ നമുക്ക് മുന്നിൽ വരുന്നു. അവൻ കൽപ്പനകളെല്ലാം പാലിച്ചിരുന്നവനായിരുന്നു. എന്നാൽ ഈശോ അവനോട് പറയുന്നു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇവിടെ അവന്റെ യഥാർത്ഥ പ്രശ്നം, അവൻ നല്ലവനായിരുന്നു, പക്ഷേ സ്വാതന്ത്ര്യമില്ലാത്തവനായിരുന്നു. സമ്പത്തിന് അടിമയായിരുന്നു. സമ്പത്ത് അവനെ ബന്ധിച്ചിരുന്നു. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ സംക്ഷിപ്തമായി നമ്മോട് പറയുന്നത്, സമ്പത്ത് നിത്യമായതല്ല, അനീതി ദൈവത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നില്ല. ഈശോയെ അനുഗമിക്കുവാൻ ത്യാഗം ആവശ്യമാണ്. നോമ്പുകാലം നമ്മോട് ചോദിക്കുന്നത്, എന്റെ ജീവിതത്തിൽ വിട്ടുകൊടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് എന്താണ്? ദൈവത്തെക്കാൾ ഞാൻ എന്തിനെങ്കിലും വിലമതിക്കുന്നുണ്ടോ? ഈശോ പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതായത് നമുക്ക് സ്വയം വിടാൻ കഴിയാത്ത ബന്ധനങ്ങളിൽ നിന്ന് ദൈവകൃപ നമ്മെ മോചിപ്പിക്കും. ഈ നോമ്പ് കാലഘട്ടം അപ്രകാരം ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഉള്ള ഒരു യാത്രയാണ്. ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതമാകുവാനുള്ള ഒരു കാലഘട്ടമാണ്. അധികമുള്ളത് പങ്കിട്ടുകൊണ്ട്, അനീതി വിട്ടൊഴിഞ്ഞുകൊണ്ട്, ദൈവത്തെ ഒന്നാമതായി ജീവിതത്തിൽ സ്ഥാനം നൽകിക്കൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം ആചരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ബന്ധിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതമാകുവാൻ പരിശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ.